ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ രണ്ടാം ഭാഗം കറണ്ട് അഫേഴ്സ് വീഡിയോ ആണ്. തീയതി 8 മുതൽ 14 വരെയുള്ള കറണ്ട് അഫേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10 ഹോമിയോപ്പതി ദിനമായിരുന്നു. സാമുവേൽ ഹനിമാനാണ് ഹോമിയോപ്പതിയുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഏപ്രിൽ 10 ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഖുൽത്താബാദിൻ്റെ പുതിയ പേര് രത്നാപൂർ എന്നാക്കിയിരിക്കുന്നു. ഔറംഗസേബിൻ്റെ ശവകുടീരമുള്ള സ്ഥലമാണ് ഇത് ഖുൽത്താബാദ് എന്ന് പറയുന്നത്. പുതിയ പേര് രത്നാപൂർ, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആണ്. ജലസംരക്ഷണ അഭിയാൻ 2025 ഭാഗമായി ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് രൂപീകരിച്ച ആപ്പിൻ്റെ പേരാണ് ഭഗീരഥ്. എന്താണ് ഭഗീരഥ്? ജലസംരക്ഷണ അഭിയാൻ 2025 ഭാഗം ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആപ്പിൻ്റെ പേര് ഭഗീരഥ്. ഏപ്രിലിൽ ലോകത്തിലെ 2ാം സ്ഥാനത്ത് എത്തിയ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അർജുൻ എറിഗൈസിയാണ് 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച LRGBയുടെ പരീക്ഷണം നടത്തിയ യുദ്ധവിമാനം, LRGBയുടെ റിലീസ് പരീക്ഷണം നടത്തിയ യുദ്ധവിമാനം Su-30 MKI ആണ്. Su-30 MKI. LRGB എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്. ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്. പേര് ഗൗരവ് എന്നാണ്. ഗൗരവ് എന്ന പേരിലുള്ള LRGB ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇതിൻ്റെ റിലീസ് പരീക്ഷണം നടത്തിയ യുദ്ധവിമാനമാണ് Su-30 MKI. അംബേദ്കറിൻ്റെ പേരിൽ പുതിയ വന്യജീവി സങ്കേതം വരാൻ പോകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിലാണ് പുതിയ വന്യജീവി സങ്കേതം വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 258.64 ചതുരശ്ര കിലോമീറ്റർ ആണ്. 258.64 ചതുരശ്ര കിലോമീറ്റർ. അന്തരിച്ച സാഹിത്യ നോബൽ പ്രൈസ് ജേതാവ് 2025 ഏപ്രിലിൽ അന്തരിച്ച സാഹിത്യ നോബൽ പ്രൈസ് ജേതാവ് മരിയോ വർഗലോസ. ആരാണ്? മരിയ വർഗലോസ. പെറു ആണ്. പെറുവിയൻ സാഹിത്യകാരിയാണ്. 2014 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. 2014. അടുത്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ലിസ്ബൺ മേയറിൽ നിന്ന് ലഭിച്ച ബഹുമതി എന്താണ്? ദ്രൗപദി മുർമുവിന് ലിസ്ബൺ മേയറിൽ നിന്ന് ലഭിച്ച ബഹുമതി സിറ്റി കീ ഓഫ് ഓണർ. സിറ്റി കീ ഓഫ് ഓണർ എന്ന ബഹുമതിയാണ് ദ്രൗപദി മുർമുവിന് ലിസ്ബൺ മേയറിൽ നിന്ന് ലഭിച്ചത്. പോർച്ചുഗൽ ഇന്ത്യ ഉഭയകക്ഷി ബന്ധത്തിൻ്റെ എത്രാം വാർഷികമാണ് 2025? ഇതൊക്കെ രാജ്യങ്ങളുടേതാണ്. പോർച്ചുഗൽ ഇന്ത്യ ഉഭയകക്ഷി ബന്ധത്തിൻ്റെ 50ാം വാർഷികമാണ് 2025 പൂർത്തിയാവുന്നത്. ആഗോള കാലാവസ്ഥാ പ്രവർത്തന കൗൺസിൽ എന്ന ആശയം മുന്നോട്ട് വച്ച രാജ്യം. മറ്റു പല അന്താരാഷ്ട്ര കൗൺസിലുകൾ ഉള്ളതുപോലെ ആഗോള കാലാവസ്ഥാ പ്രവർത്തന കൗൺസിൽ എന്നൊരു കൗൺസിൽ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് ബ്രസീലാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത് 2015 2025 ആകുമ്പോഴേക്കും 10 വർഷം പൂർത്തിയാകുന്നുണ്ട്. പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത് 2015 2025 ആകുമ്പോൾ 10 വർഷം പൂർത്തിയാകുന്നു. 2025 ഏപ്രിലിൽ അന്തരിച്ച പത്മശ്രീ റാം സഹായ് പാണ്ഡെ ഏത് കലാരൂപത്തിൻ്റെ വക്താവാണ്? അദ്ദേഹത്തിൻ്റെ പേര് പത്മശ്രീ റാം സഹായ് പാണ്ഡെ. ഇദ്ദേഹം ഏത് കലാരൂപത്തിൻ്റെ വക്താവാണ്? പത്മശ്രീ നേടിയിട്ടുള്ള വ്യക്തിയാണ്. റായി നാടോടി നൃത്തം. ഇതാണ് റായി നാടോടി നൃത്തം. റാം സഹായ് റായ് നാടോടി നൃത്തത്തിൻ്റെ വക്താവാണ് റാം സഹായ് പാണ്ഡെ. അദ്ദേഹം 2025 ഏപ്രിലിൽ അന്തരിച്ചു. 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശി ആര്?
2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ദുബായിലെ കിരീടാവകാശി. അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം. എന്താണ്? ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ CEO ആയി ചുമതലയേറ്റത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ CEO ആയിട്ട് ചുമതലയേറ്റത് വിരാൽ ദാവ്ദയാണ്. വിരാൽ ദാവ്ദ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമനത്തിൻ്റെ 20% അഗ്നിവീർ വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ച സംസ്ഥാനം ഏതാണ്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമനത്തിൽ 20% അഗ്നിവീറിന് വേണ്ടി മാറ്റിവെച്ച സംസ്ഥാനം ഹരിയാനയാണ്. അർട്ടമിസ് കരാറിൽ ഒപ്പിടുന്ന 54ാമത്തെ രാജ്യം. അർട്ടമിസ് കരാറിൽ ഒപ്പിടുന്ന 54ാമത്തെ രാജ്യം അത് ബംഗ്ലാദേശാണ്. സമാധാനപരവും സുസ്ഥിരവും സുതാര്യവുമായ ബഹിരാകാശ പര്യവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി, ഒരു കരാറാണ് അർട്ടമിസ് കരാർ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ്? സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ബഹിരാകാശ പര്യവേഷണം. പല രാജ്യങ്ങളും മാറി മാറി ബഹിരാകാശ പര്യവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് സമാധാനപരവും സുസ്ഥിരവും സുതാര്യവുമാക്കുന്നതിന്, ലോകസമാധാനം അതിലൂടെ നഷ്ടപ്പെടാതിരിക്കുന്നതിന്, ഐക്യം നിലനിർത്തുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് അർട്ടമിസ് കരാർ. അതിലൊപ്പിടുന്ന 54ാമത്തെ രാജ്യമായി ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ ലോകോത്തര പെട്രോ കെമിക്കൽ സമുച്ചയം വരാൻ പോകുന്നത് എവിടെയാണ്? ഏതിൻ്റെ കീഴിലാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ ലോകോത്തര പെട്രോ കെമിക്കൽ സമുച്ചയം വരാൻ പോകുന്നത് പാരാദ്വീപിലാണ്. ഒഡീഷയിലെ പാരാദ്വീപിലാണ്. 2028 ലോസ് ആഞ്ചലോസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്ന പുതിയ ഇനം എന്താണ്? 2028 എവിടെയാണ് നടക്കുന്നത്? ലോസ് ആഞ്ചലോസിൽ. 2028 ലോസ് ആഞ്ചലോസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ കായിക ഇനമാണ് ക്രിക്കറ്റ്. 1900 ശേഷം ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയ കാര്യങ്ങൾ വേഗം ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10 ഹോമിയോപ്പതിയുടെ പിതാവ് സമുവൽ ഹനുമാൻ. മഹാരാഷ്ട്രയിലെ ഖുൽത്താബാദിൻ്റെ പേര് രത്നാപുര എന്നാക്കി. ഔറംഗസേബിൻ്റെ ശവകുടീരമുള്ള സ്ഥലമാണ്. ജലസംരക്ഷണ അഭിയാൻ 2025 ഭാഗമായിട്ടുള്ള ആപ്പ് ഭഗീരഥ് ആണ്. ഉത്തരാഖണ്ഡാണ് സ്റ്റേറ്റ്. ഏപ്രിലിൽ ലോകത്തിലെ 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അർജുൻ എർഗൈസിയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച LRGB അഥവാ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്, ഗൗരവ് എന്നാണ് പേര്. ഇത് ആദ്യമായിട്ട് റിലീസ് പരീക്ഷണം നടത്തിയ യുദ്ധവിമാനം എന്താണ്? Su-30 MKI. അംബേദ്കറിൻ്റെ പേരിൽ പുതിയൊരു വന്യജീവി സങ്കേതം വരാൻ പോകുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതിൻ്റെ വിസ്തീർണം 258.64 ചതുരശ്ര കിലോമീറ്ററാണ്. അന്തരിച്ച സാഹിത്യ നോബൽ പ്രൈസ് ജേതാവിൻ്റെ പേര് മരിയോ വർഗലോസ. ഓക്കെ, പെറുവാണ്, പെറുവൻ സ്വദേശിയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ലിസ്ബൺ മേയറിൽ നിന്ന് ലഭിച്ച ബഹുമതി എന്താണ്? സിറ്റി കീ ഓഫ് ഓണർ. പോർച്ചുഗൽ ഇന്ത്യ ഉഭയകക്ഷി ബന്ധത്തിൻ്റെ 50ാമത്തെ വാർഷികമാണ് 2025. മറ്റൊന്ന് നോക്കിയത് പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത് 2015 ഈ വർഷം 10 വർഷം പൂർത്തിയാകുന്നു. ആഗോള കാലാവസ്ഥാ പ്രവർത്തന കൗൺസിൽ, അങ്ങനെ ഒരു കൗൺസിൽ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2025 അന്തരിച്ച പത്മശ്രീ ജേതാവ് റായ് സഹായ് പാണ്ഡെ, അദ്ദേഹം വക്താവായിരിക്കുന്ന കലാരൂപമാണ് റായി നാടോടി നൃത്തം. 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശിയുടെ പേര് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ CEO ആയിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് വിരാൽ യാവ്ദ. ആരാണ്? വിരാൽ ദാവ്ദ. മറ്റൊന്ന് പറഞ്ഞത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമനത്തിൻ്റെ 20% അഗ്നിവീറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഹരിയാനയാണ്. അർട്ടമിസ് കരാറിൽ ഒപ്പിടുന്ന 54ാമത്തെ രാജ്യം ബംഗ്ലാദേശാണ്.
ലോകോത്തര നിലവാരത്തിലുള്ള പെട്രോ കെമിക്കൽ സമുച്ചയം വരാൻ പോകുന്നത് ഒഡീഷയിലെ പാരദ്വീപിലാണ്. 2028 ലോസ് ആഞ്ചലോസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ കായിക ഇനം ക്രിക്കറ്റാണ്. 1900 ശേഷം ആദ്യമായി. ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ SCERT പുതിയ പാഠപുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾക്കും തുടർന്ന് അങ്ങോട്ടുള്ള കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ആവശ്യമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ചോദ്യം, മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓട്ടോമാറ്റിക് സുരക്ഷാ സംവിധാനം, ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനമാണ് കവച് 5. കവച് 5 ഇത് ട്രെയിനുകളുടെ കൂട്ടിയിടി, അമിത വേഗത എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടോമാറ്റിക് ബ്രേക്ക് സംവിധാനമാണ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2025 ഏപ്രിലിൽ അന്തരിച്ച വനജീവി എന്നറിയപ്പെടുന്ന പത്മശ്രീ ജേതാവ്. ഏപ്രിലാണ് അന്തരിച്ചത്. ഈ ഏപ്രിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വനജീവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാരിപ്പള്ളി രാമയ്യ. എന്താണ് ദാരിപ്പള്ളി രാമയ്യ? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ഏകദേശം 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിനാണ് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. വനശ്രീ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. 2025 ഓക്കെ നോക്കി. അടുത്തത് IOF അതിൻ്റെ മെഡൽ ഓഫ് അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചത്. 2025 IOFൻ്റെ മെഡൽ ഓഫ് അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചത് ആർക്കാണ്? IOF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷൻ. എന്താണ് ഇന്റർനാഷണൽ ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷൻ്റെ 2025 മെഡൽ ഓഫ് അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചത് ഡോക്ടർ അംബരീഷ് മിത്തലിനാണ്. ഡോക്ടർ അംബരീഷ് മിത്തലിനാണ് ലഭിച്ചിരിക്കുന്നത്. 2028 മുതൽ ഓസ്കർ അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന പുതിയ വിഭാഗം സ്റ്റണ്ടിനാണ് കേട്ടോ. എന്നാണ് സ്റ്റണ്ട് ഡിസൈനർക്കാണ്. 2028 100ാമത്തെ ഓസ്കറാണ്. 2028 നൽകുന്നത് 100ാം ഓസ്കറിനാണ്. അതിൽ പുതിയൊരു ഇനം കൂടി വിഭാവനം ചെയ്തിട്ടുണ്ട്. എന്താണത്? സ്റ്റണ്ട് ഡിസൈനർ. ഇരവികുളം ദേശീയ ഉദ്യാനം 2025 പൂർത്തിയാക്കിയ വർഷം. 50 വർഷങ്ങൾ പൂർത്തിയായി. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനം വന്നിട്ട് 50 വർഷം പൂർത്തിയായിരിക്കുന്നു. നീലഗിരി താർ സെൻസസ് എന്ന് പറയുന്ന പദ്ധതി ഈ ഒരു 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നീലഗിരി താർ സെൻസസ്? ഊർജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനും 2025 ആരംഭിച്ച പദ്ധതി. എന്തിനൊക്കെയാണ്? ഊർജ ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഇറക്കുമതി കുറയ്ക്കുക. ഇവയ്ക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന പദ്ധതിയാണ് NCMM. എന്താ NCMM? എന്താണ്? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്നുള്ളതാണ്. ഋഷി സുനക്കിൽ നിന്ന് നൈറ്റ്ഹുഡ് ബഹുമതി നേടിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റർ. ആരിൽ നിന്നാണ്? ഋഷി സുനക്കിൽ നിന്ന് നൈറ്റ്ഹുഡ് ബഹുമതി നേടിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണ്. 21 വർഷത്തെ കരിയറിനൊടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം എന്ത് ചെയ്തു? വിരമിച്ചു. 2024 വിരമിച്ചു. എത്ര വർഷമാണ്? 21 വർഷത്തെ കരിയറാണ് അദ്ദേഹം 2024 പൂർത്തീകരിച്ചത്. ബഹുമതിയുടെ പേരെന്താണ്? നൈറ്റ്ഹുഡ് എന്നാണ്. ഈ ആഴ്ച വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന്. വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ് MSC തുർക്കി. MSC തുർക്കിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹാർദ്ദ കപ്പലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹാർദ്ദ കപ്പലാണ് ഇത്, MSC തുർക്കി. UGC ചെയർമാൻ ജഗദേഷ് കുമാർ വിരമിച്ചു. ആ സ്ഥാനത്തേക്ക് വരുന്നത് വിനോദ് ജോഷിയാണ്. ആരാണ്? വിനീത് ജോഷി. നിലവിൽ ആരായിരുന്നു? നമുക്ക് ജഗദേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം വിരമിച്ചു. പുതിയ ആളിൻ്റെ പേര് വിനീത് ജോഷി എന്നുള്ളതാണ്. ദ്രൗപദി മുർമുവിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ദ്രൗപദി മുർമുവിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയ യൂണിവേഴ്സിറ്റി സ്ലോവാക്യയിലുള്ള
കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റിയാണ്. ഏതാണ്? കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റി. എവിടെയാണ്? സ്ലോവാക്യയിലുള്ളതാണ്. ശാസ്ത്രത്തിൻ്റെ ഓസ്കാർ. ശാസ്ത്രത്തിൻ്റെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? എന്താണ്? ബാക്ക് ത്രൂ പ്രൈസ് ആണ്. എന്താണ്? ബാക്ക് ത്രൂ പ്രൈസ് ആണ് ശാസ്ത്രത്തിൻ്റെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്നത്. 2025 11ാമത്തെ പുരസ്കാരമാണ് നൽകിയത്. ലൈഫ് സയൻസ്, മാത്സ്, ഫണ്ടമെൻ്റൽ ഫിസിക്സ്. ഇതിനൊക്കെയാണ് ലൈഫ് സയൻസ്, മാത്സ്, ഫണ്ടമെൻ്റൽ ഫിസിക്സ് എന്നീ 3 ടോപ്പിക്കുകൾക്ക് സബ്ജക്റ്റുകൾക്കാണ് ഈ വർഷത്തെ ബാക്ക് ത്രൂ പ്രൈസ്, ഏത് ശാസ്ത്രത്തിൻ്റെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ബാക്ക് ത്രൂ പ്രൈസ് നൽകിയിരിക്കുന്നത്. ഓക്കെ. 9ാമത് ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി നടന്നത് എവിടെ? GTS. 9ാമത് ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി അഥവാ GTS നടന്നത് ഡൽഹിയിലാണ്. 40 രാജ്യങ്ങളിൽ നിന്നുള്ള 150ഓളം പ്രഭാഷകർ ഇതിൽ സംബന്ധിച്ചിരുന്നു. എന്താണ്? 40ഓളം രാജ്യങ്ങളിൽ നിന്ന് 150ഓളം പ്രഭാഷകർ സംബന്ധിച്ച GTS ഉച്ചകോടി 2025 9ാമത്തേതാണ്. ഇത് നടന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. നെക്സ്റ്റ്, പുരാതന ഫോസിലുകളിൽ നിന്ന് DNA-യും ക്രിസ്പർ കാസ്9 എന്ന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് കാനിസ് ഡയറസ് എന്ന ചെന്നായെ പുനരുജ്ജീവിപ്പിച്ച ബയോടെക് സ്ഥാപനം. എന്താണ്? ഫോസിലുകളിൽ നിന്നുള്ള DNA-യും ക്രിസ്പർ കാസ്9 എന്ന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് കാനിസ് ഡയറസ് എന്ന ചെന്നായയെ പുനരുജ്ജീവിപ്പിച്ച ബയോടെക് സ്ഥാപനം. എന്താണ്? കൊളാഷ്യൽ ബയോസയൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് പുനരുജ്ജീവിപ്പിച്ചത്. ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ച ഒരു ജീവിവർഗമാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ജപ്പാനിലാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ വന്നത് ജപ്പാനിലാണ്. അരിഡ സിറ്റിയിലാണ് സ്റ്റേഷൻ. ഹത്സുഷിമ സ്റ്റേഷനിലാണ് ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. വെറും 6 മണിക്കൂർ കൊണ്ടാണ് ഓൺ ദി സ്പോട്ട് രൂപീകരണം പൂർത്തിയാക്കിയത്. പാർട്സ് നേരത്തെ ചെയ്തു വച്ച് സ്പോട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം വെറും 6 മണിക്കൂർ സമയമാണ് ഇതിനു വേണ്ടി ചിലവിട്ടിരിക്കുന്നത്. ആദ്യത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം ആദ്യമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ഗുജറാത്താണ്. മികച്ച മുൻനിര പഞ്ചായത്തുകളുടെ എണ്ണത്തെ കണക്കാക്കി മുൻനിര പഞ്ചായത്തുകളുടെ സേവന നിലവാരം അനുസരിച്ച് കണക്കാക്കുന്ന മുൻനിര പഞ്ചായത്തുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ചെയ്യുമ്പോൾ ഗുജറാത്താണ് 1ാം സ്ഥാനത്ത് വരുന്നത്. 2ാം സ്ഥാനം തെലങ്കാന. അപ്പോൾ ഇത് ഒരു ആദ്യത്തെ സംവിധാനമായതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിച്ചേക്കാം. എന്താണ്? ആദ്യത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് PAI പ്രകാരം 1ാം സ്ഥാനത്ത് ഗുജറാത്തും 2ാം സ്ഥാനത്ത് ആരാണ്? തെലങ്കാനയുമാണ്. അടുത്തത്, രോഗികളുടെ റഫറൽ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ഒരു പോർട്ടൽ സംവിധാനം ആരംഭിച്ച എയിംസ് ന്യൂഡൽഹി. ഇതെന്താണ്? പോർട്ടലിൻ്റെ പേര് എന്താണ്? ഇന്റർ എയിംസ് റഫറൽ പോർട്ടൽ. എന്താണ്? ഇന്റർ എയിംസ് റഫറൽ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്ന ആരാണ്? എയിംസ് ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? മെച്ചപ്പെട്ട സുരക്ഷ നൽകുക, രോഗികൾക്ക് മെച്ചപ്പെട്ട സുരക്ഷ നൽകുക, കുറഞ്ഞ കാത്തിരിപ്പ് സമയം സാധ്യമാക്കുക, മറ്റൊന്ന് രോഗി കേന്ദ്രീകൃതമായ ഒരു സമീപനം അവലംബിക്കുക. ഈ ആശയങ്ങളെ മുൻനിർത്തി എയിംസ് ന്യൂഡൽഹി രൂപീകരിച്ച പോർട്ടലാണ് ഇന്റർ എയിംസ് റഫറൽ പോർട്ടൽ. അടുത്തത് അടുത്ത് നമ്മൾ കണ്ടതാണ് ജലസംരക്ഷണ അഭിയാൻ 2025 റെപ്പറ്റീഷനാണ്. എന്താണ്? ആപ്പിൻ്റെ പേര് ഭഗീരഥ എന്നാണ് കേട്ടോ. നാഷണൽ മാരിടൈം അവാർഡ് 2025, അതായത് വരുണ എന്ന പേരിൽ അറിയപ്പെടുന്ന നാഷണൽ മാരിടൈം അവാർഡ് 2025 ലഭിച്ചത് മുംബൈക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദ്ര അംഗീകാരമാണ് നാഷണൽ മാരിടൈം അവാർഡ് അഥവാ വരുണ എന്ന് പറയുന്നത്. ഇത് 62ാമത്തെ അവാർഡാണ് 2025 ലഭിച്ചത്. ആർക്കാണ്? മുംബൈക്കാണ്. അടുത്തത് മഹാരാഷ്ട്രയിലെ കുൽത്താബാദിലൊക്കെ, അത് റെപ്പറ്റീഷനാണ്. ആരുടെ? ഔറംഗസേബിൻ്റെ ശവകുടീരമുള്ള കുൽത്താബാദിൻ്റെ
പുതിയ പേരെന്താണ്? രത്നപുർ. ഓക്കെ, ഇത്രയുമാണ്. നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ്? മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് ബ്രേക്ക് സംവിധാനമാണ് കവച് 5 എന്ന് പറയുന്നത്. വനജീവി എന്നറിയപ്പെടുന്ന ഒരു പത്മശ്രീ ജേതാവ് 2025 ഏപ്രിലിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് ആ പേര് വരാൻ കാരണം എന്താണ്? 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചത് 2017 അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ദാരിപ്പള്ളി രാമയ്യ. IOFൻ്റെ ഈ വർഷത്തെ മെഡൽ ഓഫ് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയത് അംബരീഷ് മിത്തലിനാണ്. മറ്റൊന്ന് പറഞ്ഞത് 2028 മുതൽ ഓസ്കാറിൻ്റെ 100ാം അവാർഡ് ദാനം മുതൽ പരിഗണിക്കാൻ പോകുന്ന പുതിയ ഇനമാണ് സ്റ്റണ്ട് ഡിസൈനർ എന്ന് പറയുന്നത്. ഇരവികുളം നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനം രൂപീകൃതമായിട്ട് 2025 എത്ര വർഷം തികയുന്നു? 50 വർഷം. ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനും വേണ്ടി ആരംഭിച്ച പദ്ധതി 2025 ആരംഭിച്ച പദ്ധതിയാണ് NCMM, നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. ഋഷി സുനക്കിൽ നിന്ന് നൈറ്റ്ഹുഡ് ബഹുമതി നേടിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റർ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ആൻഡേഴ്സൺ ആണ്, ജെയിംസ് ആൻഡേഴ്സൺ ആണ്. അദ്ദേഹം 2024 അദ്ദേഹത്തിൻ്റെ 21 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചു. ഈ ആഴ്ച വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥ അഥവാ പരിസ്ഥിതി സൗഹാർദ്ദ കപ്പലാണ് MSC തുർക്കി. മറ്റൊന്ന് പറഞ്ഞ UGCയുടെ പുതിയ ചെയർമാൻ്റെ പേര് വിനീത് ജോഷി എന്നാണ്. ദ്രൗപദി മുർമുവിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയിരിക്കുന്നത് സ്ലോവാക്യയിലെ കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റിയാണ്. മറ്റൊന്ന് ശാസ്ത്രത്തിൻ്റെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ബാക്ക് ത്രൂ പ്രൈസാണ്. ഈ വർഷം മാത്സിന്, ഫണ്ടമെൻ്റൽ ഫിസിക്സിനും പിന്നെ ലൈഫ് സയൻസിനുമാണ് അവാർഡ് നൽകിയത്. 9ാമത് GTS ഉച്ചകോടി നടന്നത് ഡൽഹിയിലാണ്. 40 രാജ്യങ്ങളിൽ നിന്ന് 150ഓളം പ്രഭാഷകർ പങ്കെടുത്തു. മറ്റൊന്ന് പറഞ്ഞത് പുരാതന ഫോസിലുകളിലെ DNA നിന്ന് ക്രിസ്പർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാനിസ് ഡയറസ് എന്ന ചെന്നായി രൂപീകരിച്ചിരിക്കുന്ന ബയോടെക് സ്ഥാപനം ഏതാണ്? കൊളാഷ്യൽ ബയോസയൻസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ജപ്പാനിലാണ്. വെറും 6 മണിക്കൂർ കൊണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഹറ്റ്സുഷിമ എന്നതാണ് അതിൻ്റെ പേര്. അരിഡ സിറ്റിയിലാണ്. ആദ്യത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്ത് ഗുജറാത്തും 2ാം സ്ഥാനത്ത് തെലങ്കാനയുമാണ് നിൽക്കുന്നത്. രോഗികളുടെ റഫറൽ സൗകര്യാർത്ഥം എയിംസ് ആശുപത്രി ആരംഭിച്ച പോർട്ടലാണ് എയിംസ് റഫറൽ പോർട്ടൽ. 3 ഉദ്ദേശങ്ങളുണ്ട്. കാത്തിരിപ്പ് സമയം കുറയ്ക്കുക, മെച്ചപ്പെട്ട രോഗി സുരക്ഷ, രോഗി കേന്ദ്രീകൃത സമീപനം. നാഷണൽ മാരിടൈം അവാർഡ് വരുണ 2025 നൽകിയത് 62ാമത്തേതാണ് ലഭിച്ചത് മുംബൈക്ക്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.